എങ്കിൽ നമ്മൾ ദുരന്തമാണ് കേട്ടതെങ്കിൽ അതല്ല അവർ അനുഭവിച്ചത്, അവർ സത്യവിശ്വാസികളാണോ എങ്കിൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സന്തോഷ വാർത്തയുമായി അവരുടെ അടുത്ത് വന്ന സന്ദർഭമായിരുന്നു അവർ മരിക്കുന്ന ആ രംഗം. അവർക്ക് അള്ളാഹു നിശ്ചയിച്ച സ്വർഗത്തിന്റെ വാസനകൾ, ആ സ്വർഗത്തിലേക്കുള്ള അനുഭവങ്ങൾ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബർസഖി ജീവിതമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ്. മരണപ്പെട്ടു പോയവർ അവരുടേത് കഴിഞ്ഞു, അവർ ഈ ദുരന്തമൊന്നും അനുഭവിക്കുന്നില്ല. അവരെ പറ്റി പറയുമ്പോൾ അവർ സത്യവിശ്വാസികളാണോ, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും പ്രവാചകനെ വിശ്വസിക്കുകയും മലക്കുകളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കും, അങ്ങനെ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ആ കാര്യങ്ങളിലെല്ലാം അവർ വിശ്വസിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ദുരന്തമാണ് കേട്ടതെങ്കിൽ അതല്ല അവർ അനുഭവിച്ചത്, അവർ സത്യവിശ്വാസികളാണോ എങ്കിൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സന്തോഷ വാർത്തയുമായി അവരുടെ അടുത്ത് വന്ന സന്ദർഭമായിരുന്നു അവർ മരിക്കുന്ന ആ രംഗം. അവർക്ക് അള്ളാഹു നിശ്ചയിച്ച സ്വർഗത്തിന്റെ വാസനകൾ, ആ സ്വർഗത്തിലേക്കുള്ള അനുഭവങ്ങൾ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബർസഖി ജീവിതമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യം ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ്. മരണപ്പെട്ടു പോയവർ അവരുടേത് കഴിഞ്ഞു, അവർ ഈ ദുരന്തമൊന്നും അനുഭവിക്കുന്നില്ല. അവരെ പറ്റി പറയുമ്പോൾ അവർ സത്യവിശ്വാസികളാണോ, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും പ്രവാചകനെ വിശ്വസിക്കുകയും അബ്ദുള്ള ബാസിലുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിനിടയിലെ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അബ്ദുള്ള ബാസിൽ എന്നോട് പറഞ്ഞു, ഞാൻ പഠിച്ച സ്കൂളിൽ ഹെഡ് മാസ്റ്ററാണ്, അതായത് ഞാൻ പഠിച്ച കോളേജിൽ പ്രിൻസിപ്പളാണ്, അങ്ങനെ എന്തോ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ചത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുള്ളവരതൊന്ന് കറക്റ്റായിട്ട് എന്താ പുള്ളി പറഞ്ഞത് എന്നൊന്ന് പറയണം, കമൻറ്റ് ബോക്സിൽ എഴുതിക്കോ. അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ എന്നല്ല പറഞ്ഞത്, കോളേജാണ്, അല്ലെങ്കിൽ കോളേജ് എന്നല്ല സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വാശി പിടിച്ച് വരും. അതുകൊണ്ടാണ്. എന്തായാലും അന്ന് ഞാൻ അബ്ദുള്ള ബാസിനോട് പറഞ്ഞിരുന്നു, അബ്ദുള്ള ബാസിലെ ഞാൻ പഠിച്ച സ്കൂളിൽ എന്തായാലും കോളേജിൽ ആയാലും നീ ഹെഡ് മാസ്റ്ററും പ്രൊഫസറും ആവില്ല, കാരണം അബ്ദുള്ള ബാസിൽ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തിനാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു സന്ദേഹം തോന്നിയേക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം മതത്തിൻ്റെ വിമർശകരുടെയൊക്കെ വായ മൂടിക്കെട്ടിയെന്നും വിമർശകർക്കൊന്നും ഇപ്പോൾ വിമർശിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ വിമർശനങ്ങൾക്കും മറുപടി കൊടുത്ത് ഉത്തരം മുട്ടിച്ച് ഞങ്ങളിതാ ജൈത്രയാത്ര തുടരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്ത ഒരു പോഡ്കാസ്റ്റ്, അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ചാനലിലെ ഒരു പോഡ്കാസ്റ്റ്, അത് അബ്ദുള്ള ബാസിലിന്റെ നേതൃത്വത്തിൽ ചെയ്ത ആ പോഡ്കാസ്റ്റിൽ നിന്ന് നമ്മൾ എണ്ണിപ്പറഞ്ഞ 60 നുണകളിൽ നിന്ന് ഒന്നാമത്തെ നുണയായിട്ടുള്ള സൂറത്തു തൗബയുടെ പശ്ചാത്തലം അതൊരു യുദ്ധ സന്ദർഭമായിരുന്നു എന്ന കളവ് കയ്യോടെ പിടിച്ച് ചോദ്യം കൃത്യമായി ചോദിച്ചപ്പോൾ അതിന്മേ ഉരുണ്ട് മറിഞ്ഞ് അത് മാറിപ്പോയി, അത് യുദ്ധമല്ല കരാറാണ്, യുദ്ധം ബക്രയിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെയും ചോദ്യം ചോദിച്ചു, ബക്രയിലേത് ഏത് യുദ്ധം, തൗബയിലേത് ഏത് കരാർ ലംഘനം എന്ന് പറഞ്ഞ് ആകെ കൂടെ സംഗതി പന്തിയല്ല എന്ന് കണ്ട അബ്ദുള്ള ബാസിന് അതിന് കൂടാതെ തന്നെ ഇസ്ലാമിലെ സ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ തൊലാഖിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയും മുശ്രിക്കുകളുടെ അക്രമവും എന്ന കാര്യത്തിൽ അവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞ പല വാദങ്ങൾക്കും തെളിവ് സഹിതം മറുപടി കൊടുത്തപ്പോൾ, ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉറുമ്പിൻ കൂട് വഴി 5 സെക്കൻഡും 10 സെക്കൻഡും അടർത്തിയെടുത്ത് ഇല്ലാത്തത് പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസികളെ കബളിപ്പിച്ച് ഉരുണ്ടു മറിഞ്ഞ് തോട്ടത്തിൽ കയറിക്കൂടി തോട്ടത്തിൽ നിന്നും അവിടെ ഗത്യന്തരമില്ലാതെ പുറത്തു ചാടിയപ്പോൾ പലതരം കുതന്ത്രങ്ങളുമായിട്ട് അവർ രംഗപ്രവേശം ചെയ്തു. അങ്ങനെ രംഗപ്രവേശം ചെയ്ത സമയത്ത് അതിലൊരു പദ്ധതിയായിരുന്നു മുൻ മുസ്ലിങ്ങളെ കൊണ്ട്, മുൻ യുക്തിവാദികളെ കൊണ്ട് ഇവർ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാം വിമർശകർക്കെതിരെ പറയുന്ന വാദങ്ങളൊക്കെ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏതോ ഒരു
മുൻ നിരീശ്വരവാദി എന്നും പറഞ്ഞ ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് ഇവർ മതം വിട്ടു കഴിഞ്ഞാൽ നിരാശ ഉണ്ടാവൂലേ? നിങ്ങൾക്ക് നിരാശ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. ഡിപ്രഷൻ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നിയെന്നോ? ആ തോന്നിയിരുന്നു. നിങ്ങൾക്ക് മുസ്ലിങ്ങളോടൊക്കെ വെറുപ്പുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. എന്ന ഇവരുടെ ഇസ്ലാം മത വിമർശകർക്കെതിരെയുള്ള ഇവരുടെ ആക്ഷേപങ്ങൾക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടി കൃത്രിമമായി കൊണ്ടുവന്ന ഒരു എക്സ് മുസ്ലിമിനെ കൊണ്ട് കാര്യങ്ങൾ നടക്കൂല എന്ന് തീരുമാനമായപ്പം ഇപ്പം ഇതാ സാക്ഷാൽ അയ്യൂബ് ഉസ്താദിനെ മുന്നിൽ നിർത്തി രക്ഷപ്പെടാനുള്ള കുടിലതന്ത്രമാണ് അബ്ദുള്ള ബാസിലിൻ്റെ ചെറിയ ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ആശയങ്ങളും പരിപാടികളും സംവാദങ്ങളും വെല്ലുവിളികളും ചർച്ചകളും അത് മറ്റൊരു സ്ഥലത്ത് അതങ്ങനെ നടക്കും. എന്തായാലും അയ്യൂബിൻ്റെ ഒരു വലിയ വെല്ലുവിളി 2 മിനിറ്റ് കൊണ്ട് ജബ്ബാർ മാഷിനെ തവിടുപൊടിയാക്കാം എന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ 2 മിനിറ്റ് അല്ലെന്ന് 5 മിനിറ്റ് കൊടുക്കാം, നിങ്ങളൊന്ന് വരി ഇതൊന്ന് ചെയ്ത് കാണിക്കുകയും എന്ന് പറഞ്ഞപ്പം അയ്യോ നിങ്ങളെന്താ 2 മിനിറ്റ് കയറി പിടിച്ചത്, അതൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ലേ എന്ന്. ശരി, നിങ്ങൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞത് ആലങ്കാരികമാണെങ്കിൽ നമ്മൾ 5 മിനിറ്റ് പറഞ്ഞത് ആലങ്കാരികമായിട്ട് എടുത്തോളി. നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണം ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ്സുകൾ തവിടുപൊടിയാക്കാൻ, ഇസ്ലാം മത വിമർശകർക്ക് ഉന്നയിക്കുന്ന ഇസ്ലാം വിമർശനങ്ങളൊക്കെ ഇല്ലാതാക്കാനും ജബ്ബാർ മാഷിന്റെ വിമർശനങ്ങൾ എത്ര അർത്ഥരഹിതമാണ് എന്ന് ബോധ്യപ്പെടുത്താനും എത്ര മിനിറ്റ് വേണം അത്രയും മിനിറ്റ് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞ് ജബ്ബാർ മാഷ് ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണണം. ജബ്ബാർ മാഷിന്റെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ പുതിയ ചില കുതന്ത്രങ്ങളുമായിട്ട് അവർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ആ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ ചില സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും അത് നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുകയും ചെയ്യും. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ തിരക്കിൻ്റെ ഇടയിലും കോലാഹലങ്ങൾക്കിടയിലും നിരവധിയായിട്ടുള്ള മറുപടികൾ പെൻഡിങ് ഇരിക്കുകയും നമ്മൾ കേവലം 5000 മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള CP സലീം സാഹിബ് എന്ന് പറയുന്ന വിസ്ഡം ഗ്രൂപ്പിൻ്റെ തലമുതിർന്ന ഒരു ദാഇയുടെ പ്രസംഗം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾപ്പിക്കുമ്പോൾ കേവലം 200-300 ആളുകൾ മാത്രം കണ്ട ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ എടുത്തുകൊണ്ട് ഏകദേശം 1 മണിക്കൂറോളം അത് വിശകലനം ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ ഈ ചങ്ങാതിക്ക് ഇത് എന്തിൻ്റെ കേടാണ് എന്നും എവിടുന്നാണ് ഇതിപ്പോൾ പുതിയ ഒരു മൊയ്ലിയാരി അവതാരം എന്നുമൊക്കെ നിങ്ങൾക്കൊരു പക്ഷേ സംശയം തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ അബ്ദുള്ള ബാസിലിനോട് പറയാനുള്ളത്, അബ്ദുള്ള ബാസിലെ ഞാൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൾ അല്ല നീ. അബ്ദുള്ള ബാസിൽ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കളികൾ വേറെ ലെവലിലാണ്. ദഅവത്ത് അല്ലെങ്കിൽ കോട്ടിമാട്ടൽ, തരികിട, ഇതൊക്കെ ഈ തലമുറ 90s 20s കിഡ്സ് അങ്ങോട്ട് 60s 50s പാരൻസിനെ, മുൻ തലമുറയിലുള്ള ആളുകളെ അങ്ങോട്ട് പഠിപ്പിച്ചതാണോ കട്ടുമുറിക്കലും കോട്ടിമാട്ടലും തരികിടയും? അതോ പരമ്പരാഗതമായി കഴിഞ്ഞ 1500 വർഷമായി ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനു വേണ്ടി മുഹമ്മദ് നബിയുടെ കാലം തൊട്ട് ശീലിച്ചു വന്നിട്ടുള്ള നുണയും തരികിടയും കബളിപ്പിക്കലും കാപട്യവും അക്രമവും ആക്രോശവും അസഹിഷ്ണുതയും ഇതൊക്കെ പരമ്പര കൈമാറി തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെ, എന്ന് നമ്മൾ നബിദിന റാലികളിലൊക്കെ മുദ്രാവാക്യം വിളിച്ചതുപോലെ മുഹമ്മദിൻ്റെ കാലം തൊട്ടിങ്ങോട്ട് തലമുറ കൈമാറി 90s കിഡ്സിലും 20s മില്ലേനിയം കിഡ്സിലൊക്കെ എത്തിയതാണോ? നിനക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പോയതാണോ? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം ഇത് ദഅവത്ത് നമ്മളിങ്ങനെ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ പറയുന്ന വാദങ്ങൾക്കൊന്നും മറുപടി പറയാതെ മടിച്ചു മാറി പോകുന്നവർ പരമ്പരാഗതമായിട്ട് ദഅവത്തിനെ കൃത്യമായ ബിസിനസ്സായി കൊണ്ടു നടക്കുകയും തലമുറ കൈമാറി ദഅവത്ത് ബിസിനസ്സായി സ്ഥാപനമായി വളർത്തിക്കൊണ്ടുവരികയും MM അക്ബർ എന്ന് പറയുന്ന വൻമരം വീണപ്പോൾ, മുജാഹിദ് ബാലുശ്ശേരി ആരോഗ്യ പ്രശ്നങ്ങളിൽ തളർന്നപ്പോൾ രംഗം കൈയടക്കാനുള്ള കേരളത്തിലെ ദാഴിമാരുടെ സംവാദ വീരന്മാരുടെ നേതാവാകാനും നിച്ച് ഓഫ് ട്രൂത്തിന് പകരമാകാനും ഒക്കെ രംഗപ്രവേശം ചെയ്തിട്ടുള്ള അബ്ദുള്ള ബാസിൽ CP, താങ്കൾ ഉന്നയിക്കുന്ന വാദങ്ങൾ തെളിവ് സഹിതം അതിനെ പരിശോധിക്കുകയും മറുപടി പറയുകയും തന്നെ ചെയ്യും. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ട് കേവലം ഒരു 500 വ്യൂ ഉള്ള ഒരാളുടെ വീഡിയോ എടുത്ത് ഞാൻ ഇവിടെ കേൾപ്പിക്കൂല, നിങ്ങൾക്കറിയാലോ. അപ്പം അതിന് അതിൻ്റെതായ കാരണമുണ്ട്. എന്തായാലും ആ വീഡിയോ കണ്ടു, ഹാലിളകി. ഈ പ്രധാനപ്പെട്ട ദുരന്ത ദാഇ അദ്ദേഹം പുതിയ ഇരവാദവുമായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുക. എന്താണ് ഇരവാദം?
എൻ്റെ വീഡിയോ കട്ടുമുറിച്ചു, എൻ്റെ വീഡിയോ ചെറിയ ഭാഗം അടർത്തി മാറ്റി, എൻ്റെ വീഡിയോ പൂർണ്ണമായി കേൾപ്പിച്ചില്ല, എൻ്റെ വീഡിയോയിൽ നിന്ന് ഒരു 2 സെക്കൻഡ് ഒഴിവാക്കി, 3 സെക്കൻഡ് ഒഴിവാക്കി എന്നാണ്. ആരാ പറയുന്നത്? അബ്ദുള്ള ബാസിലും CP ഹിലാലും ഒക്കെ കുത്തിയിരുന്ന് മണിക്കൂറുകൾ നീണ്ട ചർച്ചയിൽ നിന്ന് 10 സെക്കൻഡും 12 സെക്കൻഡും അടർത്തിയെടുത്ത് അതുമാത്രം പിന്നെയും പിന്നെയും കേൾപ്പിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വോയിസ് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ലൈവ് ചെയ്യുന്ന സമയത്ത് വോയിസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ക്യാമറയോട് അടുത്ത് ചെന്ന സമയത്ത് നമ്മളത് പറയുന്ന ആ ഭാഗമൊക്കെ അബദ്ധത്തിൽ കയ്യിൽ കിട്ടിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളും പിന്നെ എന്താ പറയുക, ഈ ആംഗിൾ ശരിയല്ലാതെ കിട്ടുന്ന വീഡിയോ ശകലങ്ങളും ഒക്കെ എടുത്തു കൊണ്ടുപോയിട്ട് ട്രോൾ ഉണ്ടാക്കുന്ന LKG കുട്ടികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ പരിഹാസ്യമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന CP ഹിലാലിൻ്റെയും അബ്ദുള്ള ബാസിലിൻ്റെയും പിതാവായിട്ടുള്ള ഇവർക്കൊക്കെ ദഅവത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത CP സലീം നിലവിളിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ പറയുന്നത്? എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് കേൾപ്പിച്ചില്ല, കട്ടുമുറിച്ചു, കേൾപ്പിച്ചു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇസ്ലാം വിമർശകരുടെ എന്താ പറയാ ഇത്തരം പിന്നെ ഇതില് വശംവദരാകരുതേ, അവർ കാണിക്കുന്നത് കാപട്യമാണേ എന്നാണ് നിലവിളി. എന്നിട്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വീഡിയോ ക്ലിപ്പ് എന്ന രീതിയിൽ ഒരു ഭാഗം കേൾപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണോ കേൾപ്പിക്കേണ്ടത് ആ ഭാഗം പൂർണ്ണമായി കട്ട് ചെയ്തിട്ട് സ്വന്തം വീഡിയോ അവനവൻ തന്നെ കട്ടുമുറിച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന ആദ്യത്തെ ആളെയാണ് ഞാൻ കാണുന്നത്. അത് നമ്മുടെ CP അബ്ദുള്ള ബാസിലിൻ്റെയും ഹിലാൽ സലീം CPയുടെയും ഒക്കെ പിതാവായിട്ടുള്ള സാക്ഷാൽ CP സലീമാണ്. സ്വന്തം വീഡിയോ, അവനവൻ പറഞ്ഞ വീഡിയോ അത് തന്നെ ആളുകളെ കേൾപ്പിക്കുമ്പോൾ അതിൽ തന്നെ തിരിമറി നടത്തുകയും സ്വന്തം വീഡിയോയിൽ തരികിട നടത്തുകയും സ്വന്തം വീഡിയോ കോട്ടുമാറ്റി ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ള ആദ്യത്തെ വ്യക്തി CP സലീം സാഹിബാണ്. അതിൽ താങ്കൾക്ക് അഭിമാനിക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോഴുള്ള സംശയം CP സലീം സാഹിബിൽ നിന്ന് തരികിട അബ്ദുള്ള ബാസിലും പിന്നെ ഹിലാൽ CPയും പഠിച്ചതാണോ, അതോ നിങ്ങൾ പുതിയ തലമുറ ഈ ക്ലിപ്പ് കട്ടുമുറിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടിമാട്ടലും എങ്ങനെയാണ് ഇതിനെ വക്രീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള ആധുനിക തന്ത്രം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്താണോ? ആ കാര്യം മാത്രമാണ് നമുക്കിനി വ്യക്തത വരേണ്ടതുള്ളത്. എന്തായാലും CP സലീം സാഹിബിൻ്റെ ഇരവാദവും ആ ഇരവാദം നടത്താൻ വേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള തരികിടയുമാണ് ഇന്നത്തെ വീഡിയോ. ബാസിലിനോട് പറയാനുള്ളത്, അയ്യൂബ് മൗലവീനെ മുന്നിലേക്കിട്ടാൽ അയ്യൂബ് മൗലവീനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വേറെ സ്ഥലത്ത് വെച്ച് അത് കൈകാര്യം ചെയ്യും. ബാസിൽ പറഞ്ഞത് എൻ്റെ സമയം ഒരു 2 മണിക്കൂർ എക്സ്ട്രാ ഇട്ടിട്ടാണെങ്കിലും അബ്ദുള്ള ബാസിലെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുകയോ അതിൽ കൃത്യമായ വിശദീകരണം തരികയോ ചെയ്യാതെ നിങ്ങൾ വേറെ എന്ത് ശ്രദ്ധ തിരിക്കൽ പല്ലിവാൽ സൂത്രം കൊണ്ട് നടന്നിട്ടും കാര്യമില്ല. സംവാദത്തിനുള്ള വെല്ലുവിളികളിൽ നിന്ന് ഒളിഞ്ഞു മാറാൻ വേണ്ടി എന്തോരം കുതന്ത്രങ്ങൾ പയറ്റുന്നയാളാണ് ഇപ്പൊ ജബ്ബാർ മാഷ് സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് അതിൻ്റെ വീരസ്യം വിളമ്പി നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പം എന്തായാലും അതവിടെ നടക്കും, ഇതിവിടെ നടക്കും. എന്തായാലും CP സലീം സാഹിബ് കുറെ കാലങ്ങളായിട്ട് കേവലമായിട്ട് ആ വിസ്ഡത്തിൻ്റെ മൂല്യന്മാർക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിസിബിലിറ്റി ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഭാഗം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു 15-20 മിനിറ്റുള്ള വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ ആയിട്ട് കേൾപ്പിക്കുന്നത് അതിലേറ്റവും പ്രസക്തമായ ഒരു ഭാഗമായിരിക്കുമല്ലോ. അതിൽ നമ്മളൊരു തിരുമറി നടത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും നല്ല കാരുണ്യ പ്രവർത്തനം എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഏറ്റവും നല്ല കാരുണ്യ പ്രവർത്തനം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ അതിനിടയിലുള്ള സമയത്ത് പൂർണ്ണമായ വീഡിയോ പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹം നമ്മൾ ഒഴിവാക്കി എന്ന് പറയുന്ന ഭാഗം കേൾപ്പിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു വീഡിയോയുടെ പ്രിവ്യൂവിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു സിനിമയുടെ പ്രിവ്യൂവിൽ അതെല്ലാ സീനും ഉണ്ടാവുമോ? ഇല്ലല്ലോ. അതിൽ ആളുകളെ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നുള്ള ചെറിയ ഭാഗങ്ങളോ ഒക്കെ എടുത്തിട്ട് ഒരു വീഡിയോ നടക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ? അല്ല, പ്രിവ്യൂ ആയിട്ട് ഫുൾ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് സാഹിബ്? അപ്പം അതുകൊണ്ട് ആ നിലവിളിയും തരികിടയും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം ആദ്യം അദ്ദേഹത്തിൻ്റെ വാദം നമുക്കൊന്ന് കേൾക്കാം.
ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം. ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ ലോകത്തുള്ള ഇതിൽ ശ്രദ്ധിക്കാം, ഇതിൽ ഇദ്ദേഹം എഴുതി കാണിക്കാൻ കേട്ടോ, മതവിശ്വാസികൾക്കിടയിൽ വിദ്വേഷം വളർത്താൻ വേണ്ടി നിരീശ്വരവാദികൾ അല്ലെങ്കിൽ മതവിമർശകർ, നാസ്തികർ ക്ലിപ്പ് കട്ടുമുറിക്കുന്ന വിധം എന്ന് പറഞ്ഞിട്ടാണത് കാണിക്കുന്നത്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയാൽ ഇപ്പോൾ ഒരു 300-400 ആളൊക്കെ കണ്ട ഒരു വീഡിയോ ആണ്. താല്പര്യമുള്ളവർ കണ്ട് അതൊരു 1K എത്തിച്ചു കൊടുത്താൽ വളരെ നല്ല കാര്യം. അത് അദ്ദേഹത്തിന് ഒരു ഉപകാരമാകും. ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് ഒന്നുകൂടി കേട്ടോളൂ. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം. ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ ലോകത്തിൽ കൊടുക്കലല്ല, നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം. അപ്പൊ ആ ഭാഗം ഞാൻ കട്ടുമുറിച്ചു എന്നാണ്. ഇനി ഞാൻ കട്ടുമുറിക്കാത്ത ഭാഗം, അതായത് ഞാൻ ഒഴിവാക്കാത്ത ഭാഗം, പൂർണ്ണമായ ഭാഗം, ഞാൻ ഏത് ഭാഗമാണ് ഒഴിവാക്കിയത് എന്ന് അദ്ദേഹം നല്ല റെഡ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു ടെക്സ്റ്റ് എഴുതി കാണിച്ചിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാൻ എന്തോ വലിയ സാധനം കട്ടുമുറിച്ചു എന്നാണ്. കേട്ടോളി. ഈ മരിക്കാത്ത ജനങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണ്? ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. അതെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. സഹോദരങ്ങളെ, അപ്പൊ ഇതാണ് ഞാൻ കട്ടുമുറിച്ചു എന്ന് പറയുന്ന ഭാഗം. എന്താണ് ഞാൻ ഒഴിവാക്കിയത്? വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്തത് എന്താണ്? അതെല്ലാം കാരുണ്യ പ്രവർത്തനം തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഈ ലോകത്ത് മരണപ്പെടാതെ ആ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച് ബാക്കിയായ മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയുന്ന, അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം അവർക്ക് വീടുണ്ടാക്കി കൊടുക്കലല്ല, അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കലല്ല, അവർക്ക് വസ്ത്രമല്ല, അവർക്ക് വിദ്യാഭ്യാസമല്ല, ചികിത്സയല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു പോലും. എന്ത്? അതെല്ലാം കാരുണ്യ പ്രവർത്തനം തന്നെ. പക്ഷെ അത് ചെറുതാണ്. ഏറ്റവും വലുതെന്താ? പൊന്നാര സാഹിബെ, ഏറ്റവും വലുത് നിങ്ങൾ വിശദീകരിക്കുമ്പോൾ, ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലുതിലേക്ക് നമ്മൾ ഓടിപ്പോകും. അത് ആൾക്കാരെ കേൾപ്പിക്കും. അതന്നെയല്ലേ നിങ്ങൾ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചത്. ഇനി ഈ ഭാഗം ഞാൻ വിശദീകരിച്ചപ്പോൾ കേൾപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? നമുക്കതുകൂടി പരിശോധിക്കാം. ഈ ഭാഗം എങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? കഴിഞ്ഞ തവണത്തെ ദഅവാ ദുരന്തങ്ങൾ എന്ന വീഡിയോയിൽ നിന്നുള്ള 49 മിനിറ്റ് 39 സെക്കൻഡ് മുതലുള്ള ഭാഗം നിങ്ങളിപ്പോൾ ഒന്ന് കേട്ടോളി. ഇനി കാരുണ്യ പ്രവർത്തനം എന്താ? വലിയ കാരുണ്യ പ്രവർത്തനം, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താ? കാരുണ്യ പ്രവർത്തന രംഗത്ത് യുക്തിവാദികൾ ആരും ഇല്ല എന്ന് നുണ പറയുന്നവർ, വിശ്വാസികളുടെ ഇടയിൽ മതത്തിനെതിരെ സംസാരിക്കുന്ന മനുഷ്യരോട് വെറുപ്പുളവാക്കാൻ വേണ്ടി കള്ളം പറയുന്നവർ, ഇവർ കാരുണ്യ പ്രവർത്തനം നടത്തുന്നതിന്റെ ലോജിക്ക് എന്താണ് എന്നിവിടെ വിശദീകരിക്കാൻ കേട്ടോളൂ. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. അതെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. അതെന്ത് കുന്തമാണ്? ദുരന്തമുഖത്ത് മനുഷ്യരെ സഹായിക്കലല്ല ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്നതാണ് ഇവരുടെ വാദം. അതൊക്കെ കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. ഭക്ഷണം കൊടുക്കലും വസ്ത്രം കൊടുക്കലും അവർക്ക് പുനരധിവസിപ്പിക്കലും ഒക്കെ കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. പക്ഷെ എന്നാലും അതിനേക്കാളൊക്കെ വലിയ കാരുണ്യ പ്രവർത്തനം അതെന്താ? കാരുണ്യ പ്രവർത്തനം
ഇതിനേക്കാൾ വലിയ കാരുണ്യ പ്രവർത്തനമുണ്ട് എങ്കിൽ ആ കാരുണ്യ പ്രവർത്തനം ലക്ഷ്യമാക്കി അല്ല നിങ്ങൾ ഈ ചെറിയ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് എന്ന് എങ്ങനെയാണ് ഉറപ്പിച്ചു പറയാൻ പറ്റുക? നിങ്ങളുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ദേശശുദ്ധി, വിസ്ഡം ഗ്രൂപ്പ് പിരിച്ചുണ്ടാക്കുന്ന ഫണ്ടിന്റെ ലക്ഷ്യം അവർ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനത്തിനുള്ള സജ്ജീകരണമല്ലേ? അല്ല എന്നെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുക? ദുരന്ത ഭൂമിയിൽ മനുഷ്യർക്ക് കിട്ടേണ്ടുന്ന ഭൗതികമായ സഹായമല്ല അവർക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്ന് വിളിച്ചു പറയുന്നവർ, അവർ ഉണ്ടാക്കുന്ന കാരുണ്യ സംവിധാനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കും ജനങ്ങൾ. അതിന് നിങ്ങൾ പോഡ്കാസ്റ്റ് നടത്തിയിട്ട് ഇല്ലാ കഥകൾ പറഞ്ഞ കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ നിത്യമായ തീയിലേക്ക് രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ രംഗങ്ങൾ കബറിൽ വെച്ച് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ക്രൂര സ്വഭാവം. ഓക്കെ, അപ്പോ ഒരു ട്രെയിലർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഭാഗങ്ങൾ, പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കേൾപ്പിച്ചതിനെയാണ് നമ്മൾ കട്ടുമുറിച്ചു വീഡിയോയിൽ എന്ന്. എന്നാൽ അത് ഏത് വീഡിയോയുടെ പ്രിവ്യൂ ആണ് എന്ന് ആ ക്ലിപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതിലും ആ ഒറിജിനൽ വീഡിയോയുടെ തംബ്നെയിൽ അതിൻ്റെ ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ വീഡിയോ ഭാഗം കേൾപ്പിക്കുകയും അതിനെ വിശദമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു വീഡിയോ ഭാഗവും നമ്മൾ അടർത്തി മാറ്റി കളഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഇവിടെ വന്ന് നിലവിളിക്കുകയാണ്, എൻ്റെ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം എടുത്തു കളഞ്ഞേ എന്ന്. ഏതാണ് ആ ഭാഗം? നിങ്ങളൊന്നുകൂടി കേട്ടോളി. ഈ മരിക്കാത്ത ജനങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണ്? ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. അതെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. സഹോദരങ്ങളെ, ഇവിടെ ജാതിയും മതവും ഇല്ല. ഒരാൾ കഷ്ടപ്പെടുമ്പോ അവൻ ഏത് മതക്കാരനാണ്, ജാതിക്കാരനാണ് എന്ന് നോക്കിയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം നമ്മൾ കട്ടുമുറിച്ചു എന്ന് പറയുന്ന ഭാഗം കേൾപ്പിച്ചിട്ട് തുടർന്ന് അങ്ങോട്ട് അതിന്റെ ബാക്കി ഭാഗം എന്ന രീതിയിൽ കേൾപ്പിക്കുകയാണ്. എന്നിട്ട് പറയണ എന്താ? കാരുണ്യ പ്രവർത്തനം നടക്കുമ്പോൾ, അവിടെ റിലീഫ് പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഏത് മതക്കാരനാണ്, ജാതിക്കാരനാണ് എന്നത് പ്രശ്നമല്ല. എന്നാൽ കാരുണ്യ പ്രവർത്തനം എന്താണ്? അതെല്ലാം കാരുണ്യ പ്രവർത്തനം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ജാതിയില്ല, മതമില്ല, ദുരന്തമുഖത്ത് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവിടെ ജാതിയും മതവും നോക്കുന്നില്ല എന്ന വാദം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച യഥാർത്ഥ കാരുണ്യ പ്രവർത്തനം എന്ന് നിങ്ങൾ അവിടെ വിശദീകരിച്ചോ? നിങ്ങൾ ആ 6 മിനിറ്റോ 8 മിനിറ്റോ വീഡിയോ ചെയ്തിട്ട് അതിൽ എന്താണ് ആ യഥാർത്ഥ കാരുണ്യ പ്രവർത്തനം എന്ന് നിങ്ങൾ പറഞ്ഞ ഭാഗം നിങ്ങൾ അടർത്തി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം വീഡിയോ കോട്ടിമാറ്റി തരികിട കാണിക്കേണ്ട ഗതികേടുണ്ടായ ഒന്നാമത്തെ ദഅ്വാ പ്രവർത്തകൻ, ദുരന്തദാഴി എന്ന എല്ലാ കാലത്തേക്കുമുള്ള പട്ടം നിങ്ങൾക്ക് സ്വന്തമാണ് എന്ന് ഞാൻ ഇവിടെ സലീം CP സാഹിബിനെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. സ്വന്തം വീഡിയോ അടർത്തി മാറ്റി. എന്താണ് ആ വീഡിയോയിൽ അദ്ദേഹം, ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത്? നമ്മൾ അടർത്തി മാറ്റി എന്ന് പറയുന്ന ആ ഭാഗവും ഇദ്ദേഹം ഇപ്പോൾ അടർത്തി മാറ്റുന്ന ഭാഗവും അതിനെ തുടർന്ന് അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത് എന്നും എന്തുകൊണ്ടാണ് ആ വീഡിയോ വിമർശന വിധേയമായത് എന്നും നിങ്ങൾ ഒന്നുകൂടി കേൾക്ക്. ഈ മരിക്കാത്ത ജനങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണ്? ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല. പിന്നെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. മരിച്ചു കഴിഞ്ഞാൽ നിത്യമായ തീയിലേക്ക് രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ രംഗങ്ങൾ കബറിൽ വെച്ച് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ക്രൂര സ്വഭാവമുള്ള മലക്കുകളുടെ പിടുത്തത്തോടുകൂടി, ശക്തമായ വേദനയോടുകൂടി വേദനയുടെ ലോകത്തേക്ക് പോകുന്ന ആ മരണം വരാതിരിക്കാൻ നിങ്ങൾ അല്ലാഹുവിനെ അറിയണ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഇതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണ് എന്ന് പറഞ്ഞിട്ട് വസ്ത്രം കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് അതെല്ലാം കാരുണ്യ പ്രവർത്തനം തന്നെ
എന്ന് നിങ്ങൾ പറഞ്ഞ ഭാഗം ഞാൻ മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തൊട്ടടുത്ത് നിങ്ങളുടെ പ്രസംഗമായിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് കേൾപ്പിക്കുന്നത് ഇവിടെ ജാതിയില്ല മതമില്ല എന്ന തരികയാണ്. സ്വന്തം വീഡിയോ കോട്ടിമാട്ടുക. പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. എന്താ പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനം? വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തില്ലേ? ഒന്നുകൂടി നിങ്ങൾ സ്വന്തം വീഡിയോ കോട്ടിമാട്ടുന്ന ഗതികേടുണ്ടായ ഇതാരാ ചെയ്തു കൊടുത്തതെന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. കാരണം ഇതെല്ലാം ഒരേ ജനുസിലുള്ള ഒരേ ഗ്രേഡിലുള്ള തരികിടകളാണ്, മുറിച്ചു ചേർക്കലാണ്, നുണകളാണ്, ഒരേ ഗ്രേഡിലുള്ള നുണകളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ നുണകളുടെയൊക്കെ സോഴ്സ് ഒന്നാണ്. അത് ഇവിടുന്ന് അങ്ങോട്ടാണോ അവിടുന്ന് ഇങ്ങോട്ടാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി ഗവേഷണം നടക്കേണ്ട കാര്യം പോലും ഉള്ളൂ. അതധികം താമസിയാതെ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ചില പരിശോധനകൾ നടത്തുമ്പോൾ ഒരേ വിഷയത്തിൽ 3 തലമുറയും എന്താ പറയുന്നത് എന്നൊന്ന് നോക്കുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരും. അത് നമ്മൾ ചെയ്യുകയും ചെയ്യും. അതിനിടയിൽ നിങ്ങൾ എന്ത് പല്ലിവാല് മുന്നിലോട്ടിട്ടാലും നമ്മൾ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. പറഞ്ഞ വാദങ്ങളിൽ ഇനി അദ്ദേഹം സ്വന്തം വീഡിയോ ക്ലിപ്പ് കട്ടുമുറിച്ചത് ഒന്നുകൂടി കേട്ടോളി. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. സഹോദരങ്ങളെ, ഇവിടെ ജാതിയും മതവുമില്ല. ഒരാൾ കഷ്ടപ്പെടുമ്പോ അവൻ ഏത് മതക്കാരനാണ് ജാതിക്കാരനാണ് എന്ന് നോക്കിയല്ല. അപ്പോ പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനം ആണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അവിടെ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുന്നതല്ല അതിനെ തുടർന്നുള്ള ഭാഗം. പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനം എന്താണ് എന്ന് കൃത്യമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണത്? അത് ദുരന്തം കണ്ട് പകച്ചു നിൽക്കുന്ന മനുഷ്യരെ ഇസ്ലാമിന്റെ ഫോൾഡിലേക്ക് കൊണ്ടുവരാനുള്ള ദഅ്വാ പ്രവർത്തനത്തിൽ വ്യാപൃതരാവുക എന്നതാണ്. ദുരന്തം കാണിച്ച് ഭയപ്പെടുത്തി വരാനിരിക്കുന്ന ശാശ്വതമായ നരകശിക്ഷയെ ഓർമ്മപ്പെടുത്തി ഇസ്ലാം സ്വീകരിക്കാത്ത മുഴുവൻ മനുഷ്യരോടും വേണമെങ്കിൽ നിങ്ങൾ മുസ്ലിം ആയിക്കോളിയും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തലും ദഅവത്ത് നടത്തലുമാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. എന്താ നിങ്ങൾക്കത് ആദ്യം പറഞ്ഞിട്ട് പള്ളിയിൽ പ്രസംഗിച്ച് നിങ്ങളെ കുടുംബവക പള്ളി ആയതുകൊണ്ട് നിങ്ങളെ സ്വന്തം സ്ഥാപനമായതുകൊണ്ട് കണ്ണൂർ ഇസ്ലാഹി സെന്റർ എന്നൊക്കെ പറയുമെങ്കിലും അവിടെ നമ്മുടെ സലീം CP-യുടെ സ്വന്തം തട്ടകത്തിൽ കയറിയിരുന്ന് സ്വന്തം മണികളുടെ മുമ്പിൽ ഇതുപോലെയുള്ള വീടത്തരം വിളിച്ചു പറഞ്ഞിട്ട് അത് നാട്ടുകാർ കേട്ടപ്പോൾ നിങ്ങൾക്ക് ജാള്യതയുണ്ടായി. എന്നിട്ട് സ്വന്തം ക്ലിപ്പ് വെട്ടിമുറിച്ചിട്ട് ജാതിയില്ല മതമില്ല എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഉസറും പുളിയില്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കാറ്. ദുരന്തമുഖത്ത് മനുഷ്യർക്ക് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ആ ദുരന്തം കാണിച്ച് പേടിപ്പിച്ച് ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടലാണ് എന്ന ഉളുപ്പില്ലായ്മ പറഞ്ഞ ദഅവത്ത് നടത്തുന്ന ആളുകൾ. എന്നിട്ട് അത് നാട്ടുകാർ അറിഞ്ഞപ്പോൾ കട്ടുമുറിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇരവാദം കൊണ്ടുവരികയും എന്നിട്ട് തരികിട കാണിച്ച് സ്വന്തം വീഡിയോ തന്നെ കട്ടുമുറിച്ച് നാട്ടുകാരെ കേൾപ്പിക്കേണ്ട ഗതികേട്. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. മരിച്ചു കഴിഞ്ഞാൽ നിത്യമായ തീയിലേക്ക് രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ രംഗങ്ങൾ കബറിൽ വെച്ച് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ക്രൂര സ്വഭാവമുള്ള മലക്കുകളുടെ പിടുത്തത്തോടുകൂടി ശക്തമായ വേദനയോടുകൂടി വേദനയുടെ ലോകത്തേക്ക് പോകുന്ന ആ മരണം വരാതിരിക്കാൻ നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം. ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. അതാണ് കൂട്ടരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. വീടും ഭക്ഷണം മരുന്നും വസ്ത്രവും ഒന്നല്ല, ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് കച്ചവടം ചെയ്യലാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഉളുപ്പുണ്ട ചങ്ങായിമാരെ. എന്നിട്ടോ ഈ കാരുണ്യ പ്രവർത്തനം കിട്ടിയവരാണെങ്കിൽ മനുഷ്യരാണെങ്കിൽ ഇവരുടെ വഹാബി തൗഹീദിന്റെ ഇസ്ലാഹിയത്തിൽ പെടുകയും അവർ യഥാർത്ഥ തൗഹീദിലായിരിക്കുകയും ചെയ്തിട്ടാണ് ഈ ദുരന്തത്തിൽ പെട്ടുപോയിരുന്നതെങ്കിലോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അവർ നിങ്ങൾ ഇവിടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ദുരന്തം എന്ന് തോന്നുമെങ്കിലും അവർ സുഖാസ്വാദനങ്ങളുടെ അനുഭൂതിയുടെ ലോകത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വൃത്തികേട് വിളിച്ചു പറയാം. ദുരന്തമുഖത്ത് കിടക്കുന്ന മനുഷ്യർ ആളാരാണ്, ലിംഗം എന്താണ്, ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യ ശരീരങ്ങളും ശരീരഭാഗങ്ങളും പെറുക്കിക്കൂട്ടുന്ന രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
മൗലിയാര് മിമ്പറിൽ കയറി നിന്നിട്ട് പറയാണ്, ആ കൂട്ടത്തിൽ മരിച്ചുപോയവരില്ലേ, ആ മരിച്ചുപോയവരിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കാരുണ്യം അവർക്ക് കിട്ടിയതാണെങ്കിൽ അവർക്ക് പേടിക്കേണ്ടതില്ല, അവർ സ്വർഗത്തിന്റെ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ബർസഖിന്റെ സുഖാസ്വാദനത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന്. ഇത് വേണോ? ഈ വയൽ പറഞ്ഞിട്ട് ഈ വയലിന്റെ അവസാനത്തിലാണ് പണപ്പിരിവിന്റെ ആഹ്വാനം. ആ പണപ്പിരിവ് നടത്തുന്നിടത്ത് ജാതി മതം നോക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ജാതി മതം നോക്കാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാവർക്കും വലിയ കാരുണ്യം കൊടുക്കണ്ടേ. വലിയ കാരുണ്യ പ്രവർത്തനം കൊടുക്കുമ്പോൾ ചെറിയ കാരുണ്യ പ്രവർത്തനം കൊടുക്കാതെ എങ്ങനെയാ വലിയ കാരുണ്യ പ്രവർത്തനം കൊണ്ട് അവിടെ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുക? അപ്പൊ വലിയ കാരുണ്യ പ്രവർത്തനത്തിന് നിലമൊരുക്കലല്ലേ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാരുണ്യ പ്രവർത്തനം? ആണോ അല്ലേ? ഇത് ആളുകൾക്ക് സംശയം ഉണ്ടാവൂലേ? അല്ലെങ്കിൽ ഒരു ദുരന്തമുഖത്ത് പറയേണ്ട വർത്താനാണോ? ആ മരണപ്പെട്ടു പോയവരുടെ മതം നോക്കി, അവരുടെ വിശ്വാസം നോക്കി, ഇവരുടെ തൗഹീദ് നോക്കി, അവർ സ്വർഗത്തില് അവർ നരകത്തില് എന്ന് പറയുന്നതിന് വൃത്തികേടാണോ വിവരക്കേടാണോ എന്ന് പറയണ്ടേ? ഇതുപോലെയുള്ള സാമൂഹ്യ ദുരന്തങ്ങളെ, ഈ സാമൂഹ്യ ദുരന്തങ്ങളെ താങ്ങി നടക്കുന്നവരാണ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നിട്ട് മറ്റുള്ളവരെ എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു അള്ളാനെ ചോദ്യം ചെയ്യുന്നു, ഒരു ഖുർആനെ പറയുന്നു, ഒരു CP സാഹിബിന്റെ വയലെടുത്തിട്ട് വിമർശിക്കുന്നു, അതുകൊണ്ട് ഒരു സാമൂഹ്യ ദുരന്തമാണ് എന്ന് കൊഞ്ഞനം കുത്തുന്നത്. അന്തസ്സിന്റെ തരിമ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് മനുഷ്യത്വം എന്താണ്, മാനവികത എന്താണ് എന്ന് നിങ്ങളുടെ കിതാബിൽ നിന്ന് എന്തായാലും കിട്ടൂല. 10-60-70 കൊല്ലം ഈ നാട്ടിൽ, മലയാള നാട്ടിൽ ജീവിച്ചിട്ട് എന്താണ് മാനവിക ബോധമെന്നും എന്താണ് മാനവികതയെന്നും എന്താണ് മര്യാദയെന്നും ഒരു ദുരന്തമുഖത്ത് മനുഷ്യരോട് സംസാരിക്കേണ്ട രീതി എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ, അവിടെയും കുടുംബ കച്ചവടമായിട്ടുള്ള ദഅവത്തിന്റെ അതിൻ്റെ മാർക്കറ്റിങ്ങിന് പറ്റുന്ന ഒരു വലിയ അവസരമായിട്ട് ഒരു മഹാദുരന്തത്തെ ദുരുപയോഗം ചെയ്യുന്ന മനുഷ്യർ, നിങ്ങൾ എങ്ങനെയാ മനുഷ്യർ എന്ന് വിളിക്കുക? എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് മാർക്കിടാൻ നടക്കുക. കുടുംബടക്കം. മറ്റേ സിനിമയിൽ ഫിലോമിന പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താണ് ഡയലോഗ്? എനിക്ക് പിന്നെ ആ സീൻ ഓർമ്മ വരുന്നുണ്ട്. ഡയലോഗ് അറിയാവുന്നവർ പിന്നെ അതൊന്ന് കമന്റ് ബോക്സിൽ എഴുത്. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ്. അതെ. അപ്പൊ മരിച്ചവരിൽ ആദ്യമേ തന്നെ പ്രാഥമികമായിട്ട് ഈ പറയപ്പെടുന്ന തൗഹീദിന്റെ കാരുണ്യം കിട്ടിയവരാണോ ഓല് രക്ഷപ്പെട്ടു. അപ്പൊ അല്ലാത്തവരോ? ഒരു വിഭാഗം സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾ നരകത്തിലാണ്. ദുരന്തത്തിൽ മരിച്ച ബന്ധുക്കളെ തേടി സൂക്ഷിച്ചിട്ടുള്ള മോർച്ചറികളുടെ മുമ്പിലും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുമ്പോൾ മൗലിയാർ പള്ളിയിൽ AC ഇട്ട റൂമിൽ കയറി നിന്നിട്ട് മിമ്പറിൽ കയറി നിന്നിട്ട് കേട്ടിരിക്കുന്ന കഴുതകൾക്ക് സമാനമായ ജനവിഭാഗത്തെ നോക്കിയിട്ട് പറയാണ്, മരിച്ചു കിടക്കുന്ന മനുഷ്യരിൽ നമ്മളെ തൗഹീദ് കിട്ടിയവരാണോ ഓല് സ്വർഗത്തിലാണ്. എഴുന്നേറ്റ് നിന്നിട്ട് തലയണ മന്ത്രം എന്ന സിനിമയിൽ മാമുക്കോയ ഇന്നസെന്റിനോട് പറയുന്ന ഡയലോഗ് പറയാൻ ആണൊരുത്തൻ അവിടെ ഇല്ലാത്തതിൻ്റെ അല്ലേ? അതോ ഇവരൊക്കെ അല്ലേ ഈ പ്രബോധനത്തിന്റെ വക്താക്കൾ? ഇതുപോലെയുള്ള വെറുപ്പ്, ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധത പറയുമ്പോൾ അത് കേട്ട് ആ ചെറുതിലും വിഴുങ്ങി ഇങ്ങനെ അണ്ണാക്കിലും നോക്കിയിരിക്കുക. എന്നിട്ട് വീഡിയോ കട്ടുമുറിച്ചു പോലും. എന്തിനു കട്ടുമുറിക്കണത്? നിങ്ങൾ തൊള്ള തുറന്നാൽ അത് ഇതുപോലെയുള്ളതായിരിക്കും എന്നറിയാവുന്ന നമുക്ക് നിങ്ങളുടെ വീഡിയോ ഭാഗം കട്ടുമുറിച്ചിട്ട് എന്തിനാ? ഇനി ഇദ്ദേഹം അതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. മറിച്ച് സത്യവിശ്വാസിക്ക് അതിന് കൃത്യവും വ്യക്തവുമായ ഉത്തരമുണ്ട്. വിശുദ്ധ ഖുർആനിൽ 32-ാം അധ്യായത്തിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഏറ്റവും വലിയ ആ ശിക്ഷ കൂടാതെ,
അഥവാ നരകശിക്ഷ, തടുക്കാനാകാത്ത ശിക്ഷ. ആ ശിക്ഷ കൂടാതെ ഐഹികമായ ചെറിയ തരം ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. റബ്ബ് പറഞ്ഞ കാര്യമാണ് അവന്റെ കലാമിൽ. ഏറ്റവും വലിയ ശിക്ഷക്ക് മുമ്പ് ചില ടെസ്റ്റ് ഡോസുകൾ അവരെ നാം ആസ്വദിപ്പിക്കും. ഖുർആൻ സത്യമാണ്, റബ്ബിന്റെ കലാം സത്യമാണ്. ഈ ദഅവാ തീവ്രവാദികളുടെ മനോനിലങ്ങൾ പരിശോധിക്കണം. ആലോചിക്ക്, തൗഹീദിന്റെ കാരുണ്യം കിട്ടിയവരാണെങ്കിൽ അവരൊന്നും പേടിക്കണ്ട. അവർ ബർസഖിലാണ്, അവർ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ സ്വർഗീയ അനുഭൂതിയിൽ ബർസഖി ജീവിതം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ദുരന്തങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഈ ദുരന്തങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് വിശ്വാസികൾക്ക് കൃത്യമായ ഉത്തരമുണ്ട്. എന്താണ് ഉത്തരം? വരാനിരിക്കുന്ന ശാശ്വതമായ വലിയ നരകശിക്ഷയെക്കുറിച്ച്, അത് വരുന്നെത്തുന്നതിന് മുൻപ് ചെറിയ പരീക്ഷണ സൂചനകൾ, ശിക്ഷകൾ കൊടുക്കുകയാണ്. ആർക്കാ കൊടുക്കുന്നത്? ദുരന്തത്തിൽ മരിച്ചവരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കിട്ടിയവർ സ്വർഗത്തിലാണ്. അപ്പോലെയല്ല, അവർക്കല്ല ശിക്ഷ. ശിക്ഷയാർക്കാണ്? വിശ്വസിക്കാത്തവർക്ക്, മുസ്ലിം അല്ലാത്തവർക്ക്, ആ മൺമറഞ്ഞു പോയ ദുരന്തത്തിൽ പെട്ടുപോയ സർവം നശിച്ചു പോയ മനുഷ്യർക്ക്, അവർ മുസ്ലിം അല്ലാത്തവർക്ക് അള്ളാഹു ഇറക്കിയ ശിക്ഷയാണത്. ഇതിനെ മതപ്രബോധനം എന്നാ പറയാ? മുസ്ലിം സമൂഹം പറയണം, ഇത് ദഅവത്താണോ? ഇതാണോ ദഅവത്ത്? ഇങ്ങനെയാണോ നിങ്ങൾ ദഅവത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു ബഹുസ്വര സമൂഹത്തിൽ നിങ്ങളുടെ മതമാണ് ഏറ്റവും മികച്ചത് എന്ന് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്? അതോ ഇവർ മുസ്ലിങ്ങൾക്ക് സാമാന്യമായിട്ട് ജീവിക്കാനുള്ള അന്തസ്സും, മുസ്ലിങ്ങളോട് മറ്റു മതസ്ഥർക്കും മറ്റു സമൂഹങ്ങൾക്കും സാമാന്യമായിട്ടുണ്ടാകേണ്ടുന്ന വിശ്വാസതയും തകർക്കാൻ തക്ക തീവ്ര മനോഭാവം പേറുന്നവരാണോ? ദുരന്തമുഖത്ത് മതം വിൽക്കാൻ ഇറങ്ങുന്നവരെ നിയന്ത്രിക്കേണ്ടത് മുസ്ലിം സമൂഹമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം സമൂഹം ശ്രദ്ധിക്കണം എന്ന് യമു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇമോജി ഇട്ട് കളിക്കുക, സ്മൈലി ഇട്ട് കളിക്കുക, വേറെ കുറെ ദുരന്തങ്ങൾ. ഇത് ഞാനാവുന്നതുകൊണ്ട് ഇത്രയും മാന്യമായും സഭ്യമായും പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങളിങ്ങനെ പരസ്യമായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്ന ബോധ്യത്തോടെ പറയുന്നത് ഇത്രയും വലിയ വിഷമാണെങ്കിൽ നിങ്ങൾ തലയിലേറ്റി കൊണ്ടു നടക്കുന്നത് എന്തായിരിക്കും സുഹൃത്തുക്കളെ? നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഒരു ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ ഒരു ദഅവത്തിന്റെ സകലമാന സാധ്യതകളും പ്രയോജനപ്പെടുത്താവുന്ന ഒരു ലോകത്തല്ലല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത് ജീവിക്കുന്ന നിങ്ങൾ പരസ്യമായിട്ട് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ദഅവത്തും തൗഹീദും ഒക്കെ എത്രമേൽ മാരകമായിരിക്കും എന്ന് കേൾക്കുന്നവരാലോചിച്ചാൽ അവരെങ്ങനെയാ കുറ്റം പറയാൻ പറ്റുക? ഏറ്റവും വലിയ ശിക്ഷക്ക് മുമ്പ് ചില ടെസ്റ്റ് ഡോസുകൾ അവരെ നാം ആസ്വദിപ്പിക്കും. ഖുർആൻ സത്യമാണ്, റബ്ബിന്റെ കലാം വലിയ ശിക്ഷ ആസ്വദിപ്പിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ശിക്ഷയും മുന്നറിയിപ്പ് ആയിട്ടുള്ള ചെറിയ ശിക്ഷയൊക്കെ ആർക്കാണ്? മുസ്ലിങ്ങളല്ലാത്തവർക്ക്. അതെന്തിനാണ്? അവർ മടങ്ങിയേക്കാമല്ലോ എന്തിലേക്ക്? തൗഹീദിലേക്ക്. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ജീവൻ ബാക്കിയായ മനുഷ്യർക്ക് ഷഹാദത്ത് കലിമ ചെല്ലാനുള്ള ഒരു പ്രേരണ, ഒരു ഭീഷണി ഒക്കെ ആയിട്ടാണ് അല്ലാഹ് കാഫിറുകളെ നരകത്തിലേക്ക് അയക്കുകയും തൗഹീദ് കിട്ടിയവരെ സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം ദുരന്തങ്ങൾ ഇറക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഷെരീഫ് KVM വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ഷഹീദായ ആളുകൾക്ക് എന്താണ് ബർസഖിൽ കാര്യം എന്നാണ്. അവർക്ക് ബർസഖിന്റെ ലാഗൊന്നുമില്ല. അത് ഉസ്താദ് പറയാൻ വിട്ടുപോയതായിരിക്കും ഷെരീഫ് ഭായി. അപ്പൊ ഇതാണ് ഇവരുടെ കാരുണ്യ പ്രവർത്തനവും തൗഹീദും. മരണപ്പെട്ടു പോയവർ അവരുടേത് കഴിഞ്ഞു, ദുരന്തമൊന്നും അനുഭവിക്കുന്നില്ല. അവർ അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവരെ പറ്റി പറയുമ്പോൾ അവർ സത്യവിശ്വാസികളാണോ, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും പ്രവാചകനെ വിശ്വസിക്കുകയും മലക്കുകളിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കും, അങ്ങനെ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ആ കാര്യങ്ങളിലെല്ലാം അവർ വിശ്വസിച്ചിട്ടുണ്ടോ?
എങ്കിൽ നമ്മൾ ദുരന്തമാണ് കേട്ടതെങ്കിൽ, നമ്മൾ ടെറസ് വീട്ടിൽ അവരുടെ ശരീരത്തിലേക്ക് വീണതാണ് കേട്ടതെങ്കിൽ, ഒരു വീടിന്മേലേക്ക് മറ്റൊരു വീട് വീണതാണ് നമ്മൾ കേട്ടതെങ്കിൽ, അതല്ല അവർ അനുഭവിച്ചത്. അവർ സത്യവിശ്വാസികളാണോ എങ്കിൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സന്തോഷ വാർത്തയുമായി അവരുടെ അടുത്ത് വന്ന സന്ദർഭമായിരുന്നു അവർ മരിക്കുന്ന ആ രംഗം. പിന്നീട് അവിടെ ബർസഹിയായ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് അള്ളാഹു നിശ്ചയിച്ച സ്വർഗത്തിന്റെ വാസനകൾ, ആ സ്വർഗത്തിലേക്കുള്ള അനുഭവങ്ങൾ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബർസഹി ജീവിതമാണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാഹിബേ, ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇതിൽ നിന്ന് അതെല്ലാം കാരുണ്യ പ്രവർത്തനം തന്നെ എന്ന ഭാഗം ഞാൻ അടർത്തിയെടുത്തു എന്ന് നിങ്ങൾ കളവ് പറഞ്ഞിട്ട്, നിങ്ങൾ നിങ്ങളുടെ തന്നെ വീഡിയോ കോട്ടിമാട്ടിയിട്ട്, നിങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഗുണം ചെയ്യണം എന്ന് പഠിപ്പിച്ച മുത്ത് മുഹമ്മദ് നബിയാണ് ഞങ്ങളുടെ മാതൃക എന്ന് തള്ളിമറിക്കാൻ വന്നത് കൊണ്ടല്ലേ നമ്മളിത് വീണ്ടും നാട്ടുകാരെ കേൾപ്പിക്കേണ്ടി വന്നത്? അതുകൊണ്ട് ഈ സൂത്രപ്പണികൾ നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്താണെങ്കിലും ഇങ്ങോട്ട് പഠിപ്പിച്ചു തന്നതാണെങ്കിലും, നിങ്ങളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അവരുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് ക്ലിപ്പ് ഉണ്ടാക്കുകയും കോട്ടിമാട്ടുകയും ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നെങ്കിലും, രണ്ടുപേർക്കും ചേർത്ത് ഒരേ വിധിയായിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നാട്ടുകാർ മൊത്തം മനസ്സിലാക്കി. ഈ കോട്ടിമാട്ടലും കളവ് പറച്ചിലും കാപട്യം കാണിക്കലും കുതന്ത്രം മെനയലും വെറുപ്പ് പറയലും ഇത് പാരമ്പര്യ രോഗമാണോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ പേഴ്സണലായിട്ട് അറ്റാക്കായിട്ട് ഒന്നും എടുക്കണ്ട. കാരണം അതിൽ കവിഞ്ഞ വാദഗതികൾ ഉന്നയിക്കാറുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ കുറച്ച് പഴയ പ്രസംഗങ്ങൾ പരിശോധനാ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് സമയം പോലെ. അപ്പൊ നിങ്ങൾക്ക് തോന്നും അദ്ദേഹം എങ്ങനെയൊക്കെ ആണെങ്കിലും കോട്ടിമാട്ടിയിട്ടാണെങ്കിലും ജാതി മത ഭേദമന്യേ സഹായിക്കണം എന്നൊക്കെ ആ പ്രസംഗത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അത് കേൾപ്പിക്കുന്നില്ല? ആയിക്കോട്ടെ, അദ്ദേഹം കഷ്ടപ്പെട്ട് കോട്ടിമാട്ടി കൊണ്ടുവന്നതല്ലേ, സ്വന്തം വീഡിയോ കോട്ടിമാട്ടിയിട്ട് കൊണ്ടുവരിക. അതുകൊണ്ട് കേട്ടു നോക്കുക, എന്നിട്ട് നമുക്ക് അതിനോടുള്ള പ്രതികരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അപ്പോൾ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞു. നമുക്കാണ് പരീക്ഷണം. കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ് പരീക്ഷണം. എങ്കിൽ സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരൊക്കെ മരണപ്പെട്ടു പോകും. ഞാനും നിങ്ങളും മരണപ്പെട്ടു പോകുന്നത് പോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഈ മരിക്കാത്ത ജനങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണ്? അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. സഹോദരങ്ങളെ, ഇവിടെ ജാതിയും മതവുമില്ല. ഒരാൾ കഷ്ടപ്പെടുമ്പോ അവൻ ഏത് മതക്കാരനാണ് ജാതിക്കാരനാണ് എന്ന് നോക്കിയല്ല, പച്ചക്കരലുള്ള എല്ലാറ്റിനോടും കരുണ കാണിക്കാനാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോ അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന കണ്ടീഷൻ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഭയങ്കര കാര്യമായിപ്പോയി. ഇവിടെ ദുരന്തമുഖത്ത് അയൽവാസി എന്ന് പറയുമ്പോൾ അയൽവാസി മുസ്ലിം ആകണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. ഇന്ത്യയിൽ വന്നിട്ട് ഇതുപോലത്തെ കുലുമാലിൽ നിങ്ങൾ ജീവിക്കേണ്ടി വരും എന്ന് മുഹമ്മദ് നബി കരുതിയിട്ടുണ്ടാവില്ല എന്ന് കണക്കൂട്ടിയാൽ മതി. നിങ്ങളിപ്പോ ജാതി നോക്കണ്ട, മതം നോക്കണ്ട എന്നൊക്കെയാണ് ഞങ്ങളെ മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന മുത്തുനബി നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കാം. ഞാൻ നിങ്ങളുടെ വെറുതെ റെഫറൻസ് പറയാണ്, വിശ്വാസികൾ പോയി പരിശോധിച്ചാൽ മതി. നമ്മളായിട്ട് ഇനി കൂടുതലായിട്ടൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വിശ്വാസികൾ അയൽവാസികളായിട്ട് ഇസ്ലാം സങ്കല്പിക്കുന്ന ലോകത്ത്, മുഹമ്മദിന്റെ സ്വപ്ന ലോകത്ത്, മുഹമ്മദിന്റെ സ്വപ്നദേശത്ത്, മുഹമ്മദിന്റെ സങ്കല്പത്തിലെ ഖിലാഫത്തിൽ അയൽവാസികളായിട്ടുള്ളത് ആരാണ്? ഉണ്ടാവുക? മുസ്ലിങ്ങൾ മാത്രം. പിന്നെ ജിസിയ കൊടുക്കുന്ന യഹൂദന്മാരോ ക്രിസ്ത്യാനുണ്ടെങ്കിൽ അവർ മാത്രം. മുശ്രിക്കുകൾ ഉണ്ടാവുമോ? എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് അയൽവാസി എന്ന് പറയുമ്പോൾ കൊടുക്കാം എന്ന് മാത്രമല്ല, ഒരു ദുരന്തമുഖത്ത് സഹായിക്കുമ്പോൾ ജാതി നോക്കരുത്, മതം നോക്കരുത്.
ഞങ്ങളതൊന്നും നോക്കാറില്ല എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര പുതുമ? നിങ്ങൾ ഈ ദുരന്തമുഖത്ത് കാണിക്കേണ്ട ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണെന്ന് ഓൾറെഡി വിശദീകരിച്ച് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ നിങ്ങൾ 2 ബിസ്ക്കറ്റും കൂടി കൊടുത്താൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? വലിയ കാരുണ്യ പ്രവർത്തനത്തിനുള്ള ഇരയിടൽ മാത്രമാണ്, അല്ലേ? സൂറത്തു തൗബയിലെ 5-ാം വചനം, സൂറത്തു തൗബയിലെ 28, 29, സൂറത്തു തൗബയിലെ 5ഉം 28ഉം മുശ്രിക്കുകളോടുള്ള മുഹമ്മദിന്റെ സമീപനം ഇസ്ലാം പൂർത്തീകരിക്കുന്ന കാലഘട്ടത്തിന് തൊട്ടു മുൻപായിട്ട് പ്രഖ്യാപിച്ചത് സൂറത്തു തൗബയിലെ 5ലും 28ലും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നില്ല, നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. സൂറത്തു തൗബയിലെ 5, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ വിശദീകരണം നിങ്ങൾ പരിശോധിച്ചോളി. സൂറത്തു തൗബയിലെ 28-ാമത്തെ വചനം അതും മുശ്രിക്കുകളായിട്ടുള്ള ആളുകളെ കുറിച്ചാണ്. ബഹുദൈവ വിശ്വാസികൾ അവർ അശുദ്ധരാകുന്നു എന്നാണ് പ്രഖ്യാപനം. അശുദ്ധരായിട്ടുള്ള ആളുകൾ അയൽവാസികളായിട്ട് വെച്ച് പൊറുപ്പിക്കുമോ? മുഹമ്മദ് നബി 9:5 പരിശോധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 29-ാമത്തെ വചനത്തിൽ പോയി കഴിഞ്ഞാൽ ജൂതരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള വേദം നൽകപ്പെട്ടവരുടെ കാര്യത്തിൽ അതിൻ്റെ തീരുമാനം എഴുതി വച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് അയൽക്കാരായിരിക്കും നമുക്ക് ആകെ പ്രതീക്ഷിക്കാനുള്ളത്? മുശ്രിക്കുകളുടെ കാര്യം സൂറത്തു തൗബയുടെ പശ്ചാത്തലത്തിൽ തന്നെ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് തീരുമാനമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മുശ്രിക്കുകൾക്ക് അന്ത്യശാസനം നൽകുകയും അവധി നൽകുകയും അവധി കഴിഞ്ഞാൽ ഒന്നുകിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ മുസ്ലിം ആവുക എന്ന ഉപാധി മാത്രം മുന്നിൽ വെക്കുകയാണ് ചെയ്തത്. എന്നാൽ കുറെ കാലങ്ങളായിട്ട് മുസ്ലിങ്ങളോട് സഹകരിച്ച് ജീവിച്ചിരുന്ന ചില ഗോത്രങ്ങളായിട്ടുള്ള ചില ജൂതഗോത്രങ്ങളോടും ക്രിസ്ത്യൻ ഗോത്രങ്ങളോടും അവർക്കൊരു എക്സ്ട്രാ ഓഫർ കൊടുത്തിരുന്നു. അതെന്താണ്? അവർ കീഴടങ്ങി കയ്യോടെ കപ്പം തരികയാണെങ്കിൽ അവർക്ക് 2ാം തര പൗരന്മാരായിട്ട് അവിടെ താമസിക്കാനുള്ള ഒരു ഔദാര്യം ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ മുഹമ്മദിന്റെ ഭാവി സ്വപ്നങ്ങളിൽ ആ ജൂതരും ക്രിസ്ത്യാനികളും കൂടി ഇല്ലാത്ത ഒരു അറേബ്യൻ ഉപദ്വീപായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഉമറിന്റെ കാലത്ത് ഉമർ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഞാൻ ചില റെഫറൻസസ് നിങ്ങൾക്ക് നോട്ട് ചെയ്തത് എഴുതിത്തരാം. സുനൻ തുർമുദിയുടെ 1606-ാമത്തെയും 1607-ാമത്തെയും ഹദീസുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നിശ്ചയമായും ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞാൻ ഓടിച്ചുവിടും, നാടുകടത്തും. മുസ്ലിങ്ങളെയല്ലാതെ അവിടെ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് മുഹമ്മദിന്റെ സന്തത സഹചാരികൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്നദ് 1767 നിങ്ങൾക്ക് സമാനമായിട്ടുള്ള ഹദീസ് കാണാൻ പറ്റും. മുസ്ലിം 1767 മുസ്നദ് 201 മുസ്നദ് അഹമ്മദ് 201 നിങ്ങൾക്ക് ഇതേ ഹദീസ് കാണാൻ പറ്റും. അപ്പൊ സൂറത്തു തൗബയുടെ പശ്ചാത്തലത്തിൽ മക്കം ഫത്ഹോടുകൂടി മുശ്രിക്കുകൾ പൂർണ്ണമായിട്ടില്ലാത്ത ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡം, കഅബക്ക് വിദൂരമായിട്ട് ഒരു സ്ഥലത്ത് ആരാധനാലയങ്ങൾ, ബഹുദൈവ ആരാധനാ കേന്ദ്രമുണ്ട് എന്നറിഞ്ഞപ്പോൾ അത് തകർക്കാൻ വിട്ട ആളാണ് മുഹമ്മദ്. കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചൊടച്ച് തകർത്ത് കളഞ്ഞ് ബഹുദൈവ വിശ്വാസികൾ ഇനി മുതൽ ഒരിക്കലും കഅബയിൽ പ്രവേശിക്കരുത് എന്ന അന്ത്യശാസനം കൊടുത്ത് പിന്നത്തെ കൊല്ലം അവിടെ മുശ്രിക്കായിട്ട് ജീവിക്കാനുള്ള അവകാശവും നിഷേധിച്ച് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കി. മുശ്രിക്കുകൾ ആദ്യഘട്ടത്തിൽ ഇല്ല. മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അൻസാറുകളോട് ചേർന്ന് നിന്നിരുന്ന ചില ഉപഗ്രഹ ജൂത വിഭാഗങ്ങളാണ് പിന്നെ ഉണ്ടായിരുന്നവർ. അവർക്ക് ജിസിയ കൊടുത്ത് അവിടെ താമസിക്കാനുള്ള അനുവാദമുണ്ടായി. എന്നാൽ മുഹമ്മദിന് കാലക്രമേണ അറേബ്യൻ ഉപദ്വീപ് മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു ദേശമായി കാണണം എന്ന അതിയായ മോഹമുണ്ടായിരുന്നു. ആ മുഹമ്മദാണ് പറഞ്ഞത്, എന്ത്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. നമ്മിൽപ്പെടാത്തവരൊന്നും അയൽവാസികളായിട്ടുണ്ടാകൂല സുഹൃത്തുക്കളെ. മുഹമ്മദിന്റെ സങ്കല്പത്തിലെ അറേബ്യയിൽ അങ്ങനെയാണ്. ഇനി അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു അവിശ്വാസി ഉണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു വെച്ചിട്ട് തെറ്റായിട്ടൊന്നും ഇസ്ലാം അതിനെ കണ്ടിട്ടുമില്ല. അത് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണ്ടത്. ഒരു അമുസ്ലിമിന് എന്തെങ്കിലും സഹായം ചെയ്തു, അത് തെറ്റാണെന്നൊന്നും ഇസ്ലാമിലില്ല. ഏതിനൊഴികെ അമ്പലത്തിന് പിരിവ് കൊടുക്കാൻ പാടില്ല.
അവരുടെ ബഹുദൈവാരാധന അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആഘോഷങ്ങൾക്ക് പിരിവെടുക്കാൻ പാടില്ല. ഓണാഘോഷത്തിന് പിരിവെടുക്കാൻ പാടില്ല. ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുകയാണ് പിരിവെടുക്കാൻ പാടില്ല. ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ് സമ്മാനം കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ സമീപനം. നിങ്ങൾ കാണണം, അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇസ്ലാം ഇത്തരം സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ, സംവിധാനങ്ങളിൽ അമുസ്ലിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് നോക്കിയാൽ, സാമൂഹ്യ ബാധ്യതയായിട്ടുള്ള, സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ സംവിധാനമായിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ സക്കാത്ത്. അതാണല്ലോ സാമൂഹ്യ സുരക്ഷ, സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാനും പട്ടിണി ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടി ഇസ്ലാം ഉണ്ടാക്കിയെന്ന് വെറുതെ തള്ളുന്ന, അതിന് മുമ്പേ ഉള്ളതാണ് ഇസ്ലാമിലെ ടാക്സേഷൻ എന്ന് പറയപ്പെടുന്ന സക്കാത്തുമായി ബന്ധപ്പെട്ടത്. സക്കാത്തിന്റെ വിഹിതക്കാര്യങ്ങൾ എടുത്ത് പരിശോധിക്ക്. മുസ്ലിങ്ങളല്ലാത്തവരെ എങ്ങനെയാണ് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ പരിഗണിക്കുന്നത്, മുസ്ലിം സമൂഹം പരിഗണിക്കേണ്ടത് നിർബന്ധ ബാധ്യതയായിട്ടുള്ള ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ മുസ്ലിങ്ങളല്ലാത്തവർ ഉൾപ്പെടുന്നില്ല. സക്കാത്തിന്റെ അവകാശികൾ, അതിൽ ഒന്നാമത്തെ മാനദണ്ഡം അവർ മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. അർഹരായവർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായിട്ടുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ഇനിയിപ്പോൾ ആധുനിക കാലത്തെങ്കിലും മറ്റു മതങ്ങളുമായിട്ടൊക്കെ സഹകരിച്ചും സഹവസിച്ചും, പ്രത്യേകിച്ച് ജനാധിപത്യ രാഷ്ട്രങ്ങളിലെങ്കിലും ആളുകൾ താമസിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ താമസിക്കുന്നിടത്ത് സക്കാത്ത് എന്ന് പറയുന്ന സാമൂഹ്യ സുരക്ഷാ പരിപാടി, അതിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളല്ലാത്തവരെ പരിഗണിക്കാൻ പാടുണ്ടോ? ഫിത്ർ സക്കാത്തിന്റെ അരി അമുസ്ലിമിന് കൊടുക്കാൻ പാടുണ്ടോ? ഒളുഹിയത്തിന്റെ ഇറച്ചി അമുസ്ലിമിന് കൊടുക്കാൻ പാടുണ്ടോ? പണ്ഡിതന്മാരോട് സംശയം ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇല്ലേ? എന്താ ഇസ്ലാമിന്റെ വിധി? ഒന്നും കൊടുക്കാൻ പാടില്ല, സക്കാത്ത് കൊടുക്കാൻ പാടില്ല, നിങ്ങൾ വേണമെങ്കിൽ ദാനം കൊടുത്തോളീന്നാണ്. അതുകൊണ്ട് നിർബന്ധ ബാധ്യതയായിട്ടുള്ള ഇത്തരം സഹായങ്ങൾ അമുസ്ലിമിന് ചെന്നെത്തിക്കൂടാ. ഏതൊരു വിഭാഗം ഒഴികെ, മനസ്സിലാക്കണം, ഇസ്ലാമുമായിട്ട് മനസ്സിണങ്ങി നിൽക്കുന്ന ആളുകൾ ഒഴികെ. അതായത് 4 സക്കാത്തിന്റെ ചാക്ക് അരിയും 2 കെട്ട് നോട്ടും സക്കാത്തിൻ്റെതായിട്ട് ഒരാൾക്ക് കൊടുത്താൽ അയാൾ ഇങ്ങോട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി പോരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇസ്ലാമുമായിട്ട് ഹൃദയം ഇണങ്ങി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കൊടുത്തോളിയാൽ കുഴപ്പമില്ല. അതെന്തിനാ കൊടുക്കുന്നേ? ഇസ്ലാമിലേക്ക് വരാൻ വലിയ കാരുണ്യം അവർക്ക് കിട്ടാൻ വേണ്ടി അവർക്ക് ചെറിയ കാരുണ്യം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ വലിയ കാരുണ്യത്തിന് അവർ വഴങ്ങിത്തരും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം. പൊതു ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് സക്കാത്ത് കണക്കിൽ കൂടുതൽ കൊടുക്കാം എന്ന് പണ്ഡിതന്മാർ ചിലർ അഭിപ്രായപ്പെടുന്നതായിട്ട് മൂല്യമാരുവായത് പറയാറുണ്ട്. എന്താ അതിൻ്റെ ഗുട്ടൻസ് എന്ന് ഇവിടുത്തെ വകതിരിവില്ലാത്ത സുന്നി മൗര്യമാര് മൈക്ക് കൂടി വിളിച്ചു പറയും. എന്താ, ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന്, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന്, പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ പുതു ഇസ്ലാമിന് കൂടുതൽ സക്കാത്ത് കൊടുക്കുക, കൂടുതൽ പരിഗണന കൊടുക്കുക. അപ്പോൾ അവരുടെ കുടുംബക്കാരും കൂട്ടക്കാരും നോക്കി ഇങ്ങനെ നിൽക്കും. ഇങ്ങോട്ടൊക്കെ പോലും മുസ്ലിം ആയപ്പോൾ എനിക്ക് എന്തോരം സാധനങ്ങളാണ് കിട്ടണേ, എന്നാൽ ഞമ്മക്കൊരു മുസ്ലിം ആയാലോ എന്ന ചിന്ത വരണം. അതുകൊണ്ട് പുതു ഇസ്ലാമിന് കണക്കിൽ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. ഇല്ലേ? മൂല്യന്മാർ വേറെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വിശ്വസിക്കുന്നവരില്ലേ? അതുകൊണ്ട് ആജാതി കാരുണ്യത്തിന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് ഈ വഴി വരേണ്ടതില്ല. ഉടായിപ്പ് വാദങ്ങളുമായിട്ട് കളം നിറയുമ്പോൾ പുറകെ നമ്മൾ ഉണ്ടാകും, സമയം പോലെ, അല്ലെങ്കിൽ സമയം ഉണ്ടാക്കിയിട്ട് എന്നാണ്. സമയം നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ടാണ് ആ ഖുർആൻ വചനങ്ങളും ഹദീസുകളും അനുബന്ധമായ സംഭവങ്ങളും ഒന്നും ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാത്തത്. അപ്പം അതുകൊണ്ട് സലീം CP സാഹിബിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ ചാനലിൽ കയറി വന്നവരാരും, അല്ലെങ്കിൽ നമ്മൾ പരിഗണിച്ചവരാരും അവരുടെ ചാനൽ താഴത്തോട്ട് പോയിട്ടില്ല. അവരൊക്കെ വെച്ചടി കയറ്റമാണ്. ഷുക്കൂർ വരിക്കോടന് പോലും ഇപ്പോൾ കൂടുതൽ വ്യൂ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചാനലും അധികം താമസിയാതെ ഇപ്പോഴുള്ള 200-300 വ്യൂവിന് പകരം നിങ്ങൾക്ക് 1000-2000 ഒക്കെ വ്യൂ വരുന്ന ഒരു കാലം വരും.
അത് നമ്മൾ കാരുണ്യ പ്രവർത്തനത്തിൽ മതവും വിമർശനം നമുക്കുണ്ട്. പക്ഷേ ഇത്തരം സാമൂഹ്യ സേവനങ്ങൾ എല്ലാവർക്കും നമ്മൾ വാരിക്കോരി കൊടുക്കും എന്നാണ് നമ്മളോട് പറയാറ്. അപ്പം അതുകൊണ്ട് എന്തായാലും ഇന്നത്തേക്ക് നമ്മൾ ഈ പരിപാടി അവിടെ അവസാനിപ്പിക്കുകയാണ്. തുടങ്ങാൻ വൈകി എന്നതുകൊണ്ട് കൂടിയാണ്. ഇന്ന് വളരെ ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ആരോ ചോദിച്ചു ജബ്ബാർ മാഷ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ജബ്ബാർ മാഷ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്നാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം എന്തായാലും സലീം CP സാഹിബിന് നിങ്ങളെ വീഡിയോ ഞാൻ കട്ടുമുറിച്ചു എന്ന നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ ഒന്നും കട്ടുമുറിച്ച് കളഞ്ഞിട്ടില്ല. അങ്ങനെ കട്ടുമുറിച്ച് കളയാവുന്നതാണോ നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിച്ചാൽ മതി. നമ്മളങ്ങനെ കട്ടുമുറിച്ച് കളയുന്ന ആൾക്കാരല്ല. നിങ്ങൾ ബാസിലിനെ കാണുന്ന കണ്ണോടെ എന്നെ കാണരുത് എന്ന് മൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറയാനുള്ളത് ജബ്ബാർ മാഷിൻ്റെ വീഡിയോ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ബാക്കി അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പുറകെ വരും എന്നാണ് പറയാനുള്ളത്. അപ്പം എന്നാൽ ശരി, അങ്ങനെ ഇന്നത്തേക്ക് അവസാനിപ്പിച്ച് ശുഭരാത്രി 3 ഒരുമിച്ച് പറഞ്ഞ് നമ്മൾക്ക് പിരിയാം. എല്ലാവർക്കും നന്ദി. ശുഭരാത്രി.